ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ചെയ്ത ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഒരു നെറ്റിൻ്റെ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സെൻറ്റർ ക്ലിപ്പാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത് ശനിയാഴ്ചത്തെ വീഡിയോ ചെക്ക് ചെയ്തവരും അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും. മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മെറ്റീരിയലും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ചത്തെ വീഡിയോയും എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഒരു എൻഡിലൊരു മൊട്ട് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിയ മൊട്ട് വേണോ എത്ര ചെറിയ മൊട്ട് വേണോ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ പൈപ്പ് ക്ലീനർ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലാണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വില കുറവിൽ വാങ്ങിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും വിലക്കുറവ് എവിടെയാണോ ഹോൾസെയിൽ വിലയിൽ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുക. ബിക്കോസ് നിങ്ങളിത് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഹെയർ ബാൻഡ് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ പ്രൈസിൽ നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഹെയർ ബാൻഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. തുടക്കക്കാരാണെങ്കിൽ വളരെ കുറച്ച് ഒരു 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് വാങ്ങിച്ച് ചെയ്ത് പഠിച്ച് നല്ല തറവായി നല്ല എക്സ്പീരിയൻസ് ആയതിനു ശേഷം തറം ആയതിനു ശേഷം മാത്രം നിങ്ങൾ നല്ലൊരു എമൗണ്ടിന് മെറ്റീരിയൽ എടുത്തിട്ട് ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോയിൽ അതായത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനത്തെ ഈ ഗ്രീൻ കളർ ടേപ്പ് ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ കളർ ടേപ്പ് ഒട്ടിക്കണം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ട് ചെറിയൊരു പശയുടെ ഒരു അംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ചുറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അത് അവിടെ ഇരുന്നോളും. അതിലൊരു പശയുടെ ഒരു അംശം ഉള്ളത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ടേപ്പ് 20 രൂപ 30 രൂപ എന്തോ തന്നെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. നമുക്ക് ഒരു റോള് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് കുറേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇതളുകൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. 5 ഇതൾ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് സെൻറ്റർ ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. ഈ ഒരു നെറ്റ് ആക്ച്വലി എൻ്റെ കയ്യിലുള്ളൊരു നെറ്റിൽ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റേതായ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ക്രാഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആണ് ഞാൻ കണ്ടത്. പിന്നെ ഓൺലൈൻ സ്റ്റോറുകളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രമാണ് കണ്ടത്. ഞാൻ റേറ്റും കാര്യങ്ങളും ചോദിച്ചില്ല എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് ഈ ഒരു നെറ്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ തനിയേ ഉള്ളൊരു മെറ്റീരിയലാണ് ഈ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ വാങ്ങിച്ച് ഞാൻ ചെയ്ത് സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ മതിയിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പി വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ റൗണ്ട് ഷേപ്പിലാക്കി കഴിഞ്ഞാൽ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ വളച്ചും തിരിച്ചും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെറ്റുണ്ടല്ലോ, ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യും. ഉള്ളിൽ മീൻസ് പുറത്ത് നമ്മൾ സ്റ്റോൺ ഗം വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആക്ച്വലി എനിക്ക് ഈ ഒരു ഫ്ലവറും ഈ ഒരു പൈപ്പ് ക്ലീനറും വെക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് ഡിസൈനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും. ബിക്കോസ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു വൃത്തികേടായ രീതിയിൽ നമുക്ക് കാണാനും പറ്റില്ലല്ലോ. ഇച്ചിരി നല്ല രീതിയിൽ ഇരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നല്ല രീതിയിൽ ഫ്ലോപ്പായി പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു രീതിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലവരെന്നല്ല ഒരുപാട് പേര് വിചാരിക്കുന്നത് നമ്മളെല്ലാ ഹെയർ ആക്സസറീസ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സക്സസ് ആയി ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ്. ഒന്നല്ല 8 നിലയിൽ പൊട്ടണ ഹെയർ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്കാക്കിയിട്ട് കൂട്ടിക്കോളൂ. അപ്പോൾ ഇതും എനിക്ക് ഫ്ലോപ്പായിട്ടാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പോയാലും ചിലത് സക്സസ് ആവുള്ളൂ, ചിലത് ഫ്ലോപ്പ് ആവും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പം നിങ്ങൾ ചെയ്ത് ഫ്ലോപ്പായാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. വീണ്ടും ചെയ്യുമ്പോൾ എന്താവും, അത് നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ട്രെയിൻ പോലെ വെച്ച് കൊടുക്കാതെ ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായി അടുത്തൊരു മോഡൽ ഞാൻ ചെയ്തത്, അതായത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഒന്നുമില്ല. ഞാൻ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോണേ ഉള്ളൂ. എനിക്കും കുറേ മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ട്. നമ്മളൊന്ന് വന്ന് സെറ്റിലായിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് 10-ാം തീയതിയാണ് സ്കൂൾ തുറക്കണത്. സോറി, എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ കോട്ടയെ വരും കേട്ടോ, അതുകൊണ്ടാണ്. 10-ാം തീയതിയാണ് സ്കൂൾ തുറക്കണത്, അതായത് തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കണത്. സോ അതുകൊണ്ട് തന്നെ അവളൊന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നന്നായി നോക്കി ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വേണം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എവിടെ നിന്നാണോ റേറ്റ് കുറവ് അവിടെ നിന്നല്ലേ വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് കറൻ്റ് ഇപ്പോൾ എൻ്റെ ഒരു മെറ്റീരിയൽസും ഇല്ല. മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈൻ ഫ്ലോപ്പായി പോയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഇങ്ങനെയാണ് ചെയ്തത്. അതായത് ഇതിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, ആ കമ്പി നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്തു. അതാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക. അതായത് ഈ അറ്റത്തേക്കും അതുപോലെ തന്നെ ആ അറ്റത്തേക്കും ഇങ്ങനെ എതളുകൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഫ്ലവർ മാത്രമായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ എന്തെങ്കിലും സ്റ്റോണോ ഇല്ലെങ്കിൽ വേറെ ജാസ്മിൻ ബഡ്സോ പോളനൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഞാൻ ഈ പോളനൊക്കെ സെറ്റ് ചെയ്യണത് വീഡിയോ എടുക്കാൻ മറന്നു പോയി കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി അതായത് ഓൺ ആക്കാണ്ട് അങ്ങനെ വന്ന് ചെയ്തു. ഈ മിസ്റ്റേക്ക് എനിക്ക് പല വീഡിയോകളിലും പറ്റാറുണ്ട്. എല്ലാവരും ക്ഷമിക്കാം. നിങ്ങൾക്കത് മനസ്സിലായിണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും എതളുകൾ വെച്ചു. പിന്നെ സെൻറ്ററിലൊരു എതൾ വെച്ചിട്ട് നമ്മുടെ പൈപ്പ് ക്ലീനർ ഉണ്ടല്ലോ, പൈപ്പ് ക്ലീനറിൻ്റെ ആ രണ്ടും ഉണ്ട നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു. അത്രയേ ഉള്ളൂ. നമ്മൾ സെൻറ്ററിൽ കൂടെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വലിയൊരു ഈ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എൻഡ് വശത്ത് ഇങ്ങനെ നീട്ടി വന്നിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് വശത്തേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടർന്ന് വരില്ല. ബിക്കോസ് ബാക്കും ഫ്രണ്ടും ഒക്കെ നമുക്ക് ജോയിൻ്റ് ആയ സ്ഥിതിക്ക് അത് അടർന്ന് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. പേർന്ന് പോകുന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതിങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോണോ അതുപോലെ തന്നെ പേളോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി ഇതിലിപ്പോൾ കുറച്ച് പേള് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. കുറച്ച് വലിയ പേൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പേളുകളൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഈ എതളുകളുടെ മേലെ വെച്ച് കൊടുത്താലും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുത്തിൻ്റെ ഐഡിയ എനിക്കിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വന്നത് കാരണം ഞാൻ ചെയ്തില്ല. എനിക്ക് അപ്പോൾ വലിയ വലിയ ബീഡ്സ് മുത്തുകൾ വെച്ച് കൊടുക്കാൻ തോന്നുന്നത് കാരണം ഞാൻ വൈറ്റ് കളർ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറിനെ വെച്ച് കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും കളേഴ്സ് ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കണമായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ വൈറ്റാണ് എടുത്തത്. ആക്ച്വലി ഈ ഒരു ബ്ലൂ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നതുകൊണ്ട് ഒരു നരച്ച കളർ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി നല്ലൊരു കളറാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് ആ കളർ എടുപ്പുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ അത്ര എടുപ്പില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ കണ്ടില്ല, ഇതുപോലെ ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4-5 ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്കൈ ബ്ലൂ വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഞാൻ റിപ്പീറ്റ് അപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോ മുതൽ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ടച്ചൊക്കെ വിട്ടുപോയില്ലേ, ഒരു മാസം വീഡിയോ ചെയ്യാതിരുന്ന് മനസ്സും വായും ഒന്നും എൻ്റെ കയ്യിലല്ലാത്ത പോലെയാണ് ഇപ്പോൾ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോസ് മുതൽ ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 എണ്ണത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ, എന്നാലാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഈ ഫ്ലോപ്പായി പോയ ഹെയർ ക്ലിപ്പ് ആരും ട്രൈ ചെയ്യാതിരിക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ട്രൈ ചെയ്ത് സെയിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുക.